നാരോ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ബാങ്ക് വിച്ച് പ്രൊവൈഡ് only limited activities to a particular region is called narrow banking. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഒരു ബാങ്ക് വളരെ കുറച്ച് ബാങ്കിങ് ആക്ടിവിറ്റീസ് അത് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നാരോ ബാങ്കിങ് സിസ്റ്റം എന്ന് വിളിക്കും. ഇപ്പൊ നാരോ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ബാങ്കിങ് സിസ്റ്റം എന്ന് നമുക്കതിനെ പറയാം. കാരണം അവർ ലിമിറ്റഡ് ആക്ടിവിറ്റീസ് മാത്രമേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർ സേഫ് ആയിട്ടുള്ള മേഖലകളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഏറ്റെടുക്കുകയും ചെയ്യത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് സേഫ് ആയിട്ടുള്ള മേഖലകളിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏറ്റെടുക്കുകയും ചെയ്യത്തില്ല. ഒരു ബാങ്കിനെ സംബന്ധിച്ച് റിസ്കി ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അൺസെക്യൂർഡ് ലോണുകൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിലേക്ക് ലോൺ കൊടുക്കുക. ഇതാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച് റിസ്കി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ റിസ്കി ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നാരോ ബാങ്കിങ് ഏറ്റെടുക്കില്ല. അതുകൊണ്ടാണ് നാരോ ബാങ്കിങ് ഒരു സേഫ് ബാങ്കിങ് അല്ലെങ്കിൽ റിസ്ക് ലെസ് ബാങ്കിങ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നാരോ ബാങ്കിങ്ങിന്റെ പ്രത്യേകത നമുക്ക് ഓരോന്നായിട്ടൊന്ന് പറയാം. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാരോ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് only limited activities to a particular region. ഒന്നാമത്തെ പ്രത്യേകതയാണത്. 2, നാരോ ബാങ്ക്സ് do not undertake risky activities. നാരോ ബാങ്ക്സ് do not undertake risky activities. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് they are the safest banking system. അവരാണ് ഏതെന്ന് പറയുന്നത്? സേഫസ്റ്റ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് they provide only risk less activities. അവർ ഏത് മാത്രമേ ചെയ്യത്തുള്ളൂ? റിസ്ക് ലെസ് ആക്ടിവിറ്റീസേ ചെയ്യൂ. അത് ഈ റിസ്ക് ലെസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് റിസ്ക് ലെസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി സെക്ടറിലെ ലെൻഡിങ് അവര് ഒഴിവാക്കും, അല്ലെങ്കിൽ അൺസെക്യൂർഡ് ലോണുകൾ അവർ കൊടുക്കില്ല. അഗ്രികൾച്ചർ ഞാൻ പറഞ്ഞല്ലോ, പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുമ്പം അതിൽ ആദ്യത്തെ സെക്ടർ എന്ന് പറയുന്നത് തന്നെ ഏതാണ്? അഗ്രികൾച്ചർ ആണ്. അതിനവർ എന്ത് ചെയ്യത്തില്ല? ലോൺ കൊടുക്കില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പ്രയോറിറ്റി സെക്ടറുകളിലേക്ക് ലോണുകൾ കൊടുക്കുമ്പോൾ ഇതിന് തിരിച്ചടവ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ അഷുറൻസും ഇല്ല, ഉറപ്പുമില്ല. കാരണം അഗ്രികൾച്ചർ ലോൺ പ്രയോറിറ്റി സെക്ടറിലെ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ലോണാ. അവർക്ക് ലോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ചു കിട്ടുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇതിന് എന്തില്ല? പ്രോപ്പർ ആയിട്ടുള്ളൊരു സെക്യൂരിറ്റി ഇല്ല. മാത്രമല്ല ഇത് ഗവൺമെന്റ് എപ്പോ വേണമെങ്കിലും എഴുതി തള്ളാം. അപ്പം ബാങ്കിനെ സംബന്ധിച്ച് അത് ബാഡ് ഡെപ്റ്റ് കൂടും. അപ്പൊ അങ്ങനെ തലവേദനയുള്ള വർക്കുകൾ ഒന്നും ഏറ്റെടുക്കില്ല. അതാണ് 4ാമത്തെ പോയിന്റ് പറഞ്ഞത്. ഏതാണ്? റിസ്ക് ലെസ് ആക്ടിവിറ്റീസ് മാത്രമേ അവര് അണ്ടർടേക്ക് ചെയ്യൂ. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ അണ്ടർടേക്ക് only short term deposit, accepting short term deposit and lending short term loans. അവര് ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഷോർട്ട് ടേം ലെൻഡിങ്ങും മാത്രമേ അവര് നടത്തൂ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 6ാമത്തെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് they do not provide advisory services. അവരെന്ത് ഏറ്റെടുക്കുന്നില്ല? അഡ്വൈസറി സർവീസസ്, പ്രോജക്റ്റ് അപ്രൈസല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യാതൊരു ആക്ടിവിറ്റിയും ആരേറ്റെടുക്കുന്നില്ല? നാരോ ബാങ്കിങ് ഏറ്റെടുക്കുന്നില്ല. ക്ലിയർ ആവുന്നല്ലോ? ഇനി അതുപോലെ തന്നെ മറ്റൊരെണ്ണം they do not provide long term loans. അവരെന്ത് കൊടുക്കുന്നില്ല? ലോങ് ടേം ലോൺസുകൾ കൊടുക്കുന്നില്ല. അത് നമുക്ക് 7ാമത്തെ പ്രത്യേകതയായിട്ട് പറയാം. ഓക്കെ, they do not provide long term loans. ഇങ്ങനെയുള്ള ഈ 7 പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇതിൽ കൂടുതലും നമുക്ക് പറയാം. അതായത് അവര് ലോങ് ടേം ലോൺസ് കൊടുക്കത്തില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല, അതായത് ലോങ് ടേമിലേക്കുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, അഡ്വൈസറി സർവീസുകൾ ചെയ്യത്തില്ല, ഇൻഷുറൻസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യത്തില്ല, അതുപോലെ തന്നെ
പ്രോജക്റ്റുകൾ തയ്യാറാക്കി കൊടുക്കില്ല, വെഞ്ചർ ക്യാപിറ്റൽ കൊടുക്കില്ല, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഈ 7 പ്രത്യേകതകൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കുമ്പം ആ 7 ഏതാണെന്ന് മനസ്സിലാവും. അപ്പൊ ഈ 7 കാര്യങ്ങൾ പ്രധാനമായി അവർ ചെയ്യുന്നില്ല. സോ ദേ ആർ കാൾഡ് നാരോ ബാങ്കിങ്. അതുകൊണ്ടാണ് അവരെ എന്തെന്ന് വിളിക്കുന്നത്? നാരോ ബാങ്കിങ്. അപ്പൊ നാരോ ബാങ്കിങ് എന്താണെന്ന് ക്ലിയർ ആയി കാണും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാരോ ബാങ്കിങ്ങിന്റെ വ്യക്തമായ ഒരു മീനിങ് എന്ന് പറയുന്നത് നാരോ ബാങ്ക്സ് പ്രൊവൈഡ് ഓൺലി ലിമിറ്റഡ് ആക്ടിവിറ്റീസ് ടു ദ പർട്ടിക്കുലർ റീജിയൻ ആൻഡ് they invest only in the safe investment, that is in government securities. അവർ ഏതിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ? ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പം അത്രയുമാണ് നാരോ ബാങ്കിങ്ങിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനുള്ളത്.